നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. പിടിച്ചെടുത്തത് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന അതിമാരക രാസലഹരിയായ MDMA. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് 245.72 ഗ്രാം MDMA സഹിതം പ്രതിയെ പിടികൂടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷാ പരിശോധനകൾ നടന്നുവരുന്നതിനിടയിലാണ് ചുവപ്പ് കളറിലുള്ള കാറിൽ തൃശൂർ ഭാഗത്തു നിന്നും നിരോധിത മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B. കൃഷ്ണകുമാറിന് രഹസ്യ വിവരം ലഭിക്കുന്നത്. ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം കൈമാറി നടത്തിയ പരിശോധനയിലാണ് കാർ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട ഠാണാവിൽ നടത്തിയ പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ ഏറിയാട് മാടവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള ഫഹദിനെ ചുവന്ന സ്വിഫ്റ്റ് കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 245.72 ഗ്രാം MDMA സഹിതം പിടികൂടിയത്. അതിജീവിതയുടെ ഐഡന്റിറ്റി സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സിറ്റി നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ അതിജീവിതയുടെ ഫോട്ടോ ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ച കേസിലാണ് വെള്ളാങ്ങല്ലൂർ കുന്നത്തൂർ സ്വദേശിയായ മേക്കാംതുരുത്തി വീട്ടിൽ 45 വയസ്സുള്ള സിജോ ജോസിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജി MK, സബ് ഇൻസ്പെക്ടർ സൗമ്യ EU എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇരിങ്ങാലക്കുട നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികളായി 18-ാം വാർഡിൽ മത്സരിക്കുന്ന ലാസർ കോച്ചേരിയുടെയും 15-ാം വാർഡിൽ മത്സരിക്കുന്ന മാഗി വിൻസെന്റ് പള്ളായുടെയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ സെക്രട്ടറിമാരായ PT ജോർജ്, സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, സതീഷ് കാട്ടൂർ എന്നിവർ പ്രസംഗിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി മാഗി വിൻസെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലി ഈ വാർഡിൻ്റെ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാഗി വിൻസെന്റ് സുനിശ്ചിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ വന്നു ചേർന്നത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. ഈ വാർഡ് ഇപ്പോൾ 15-ാം വാർഡാണെങ്കിലും 16-ാം വാർഡ് ആണ് പേര് മാറി 15-ാം വാർഡ് മാറി നിന്നിട്ടുള്ളത്. ഈ വാർഡിനെ ഇത്ര നാളും പ്രതികരിച്ചത് പ്രിയപ്പെട്ട ശ്രീ PT ജോർജാണ്. ഒരു മാതൃകയായ കൗൺസിലർ എന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരനായിട്ടുണ്ട്. ഏതാവശ്യത്തിനും ഈ വാർഡിലെ വോട്ടർമാർ വിളിച്ചാൽ ഓടിയെത്തുന്ന, മുക്കിലും മൂലയിലും വികസനം എത്തിക്കുന്ന അത്രമാത്രം പ്രിയപ്പെട്ട ഒരു കൗൺസിലറാണ് നിലവിൽ ശ്രീ PT ജോർജിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ജനങ്ങളെല്ലാവരും പറയുക ആ ഒരു പാരമ്പര്യം. ഇരിങ്ങാലക്കുട ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉണ്ണി വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സോണി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷാജു പാറേക്കാടൻ, സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ്, ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഡയസ് കാരാത്രക്കാരൻ, ജിത്തു ആൻഡു ആലങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു. ഒട്ടനവധിയായിട്ടുള്ള മരുന്നുകൾ അല്ലെ, കെമിക്കൽ substance which can make biological changes in human body. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ബയോളജിക്കലായിട്ട് വരുത്താൻ പറ്റുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ മൊബൈലുള്ളവരാണ് എല്ലാവരും. അപ്പം മൊബൈലൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസിങ് ഓഫ് MDMA വളരെ വികൃതമായിട്ടുള്ള ഒരു ഫോട്ടോയും വളരെ ഭംഗിയുള്ളൊരു ഫോട്ടോയും വരും. MDMA ഉപയോഗിച്ച് 3-4 ദിവസം കഴിയുമ്പോൾ ഇത്ര ഭംഗിയുള്ള ഒരു മുഖം എങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് പോയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ
അല്ലെങ്കിൽ പോകാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം. മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡുകൾ സന്ദർശിക്കണം. അവിടെ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ക്യാൻസർ എന്ന അസുഖം എന്തെങ്കിലുമൊക്കെ പുകയിലയുമായി ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പുകയിലയുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത് എന്നാണ് പറയുന്നത്. RCCയിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് വല്ലാത്ത വേദന തോന്നും. എന്താണ്? ഒരു സൈഡിൽ മുഖമില്ലാത്ത ആളുകൾ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.